ഏറ്റവും സില്ലി ആണെന്ന് തോന്നുന്ന പോലത്തെ ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. വൈ ഡു കപ്പിൾ ഫൈറ്റ്? രണ്ട് ദിശയിൽ ഒഴുകിയ പുഴകൾ ഒരുമിച്ച് കൂടുമ്പോൾ ആ കൂടിയ സ്പേസ് എങ്ങനെയായിരിക്കും? എന്തോരം റിലേഷൻഷിപ്പ് ആണെന്നറിയോ? വെറുതെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് പറഞ്ഞ് വഴക്കുണ്ടാക്കി പോണത്. ചില ആ കപ്പിളിന്റെ പ്രശ്നം അവർ തുടങ്ങുന്ന സമയത്ത് ഒരു പാർട്ട്ണർ തുടങ്ങുന്ന സമയത്ത് നിന്ന പോലെ തന്നെ നിൽക്കും, മറ്റേ ആൾ മുമ്പോട്ട് പോകും. അതിനുവേണ്ടി തിരിച്ചു നോക്കുമ്പോൾ ഇയാൾ എനിക്ക് ഓക്കെ അല്ല എന്ന് പറയും. അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ ഇയാള് പണ്ടും ഇങ്ങനെയാ. ഈ മാരേജസിൽ ഇപ്പോൾ സിറ്റുവേഷൻഷിപ്സ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പാർട്ട്നേഴ്സ് ഉണ്ട് കേട്ടോ. എങ്ങനെയാണ് മാം അത് പറയാൻ പറ്റുക? ഞാൻ എത്ര വർഷമായിട്ട് ഇയാളുടെ കൂടെയുള്ള ആളാണെന്നൊക്കെ ചോദിക്കുന്ന ഫീമെയിലും ഉണ്ട്, മെയിലും ഉണ്ട്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഗെറ്റിംഗ് ഇമോഷണലി കണക്റ്റഡ്. ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് എ ഫിസിക്കൽ കണക്ട്. ഒരു രാത്രി മാത്രമുള്ളതോ അങ്ങനെയൊക്കെ ആവുന്ന പല കാര്യങ്ങളുണ്ട്. ഇങ്ങനെ നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ്, നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന പാർട്ട്നേഴ്സിനെയൊക്കെ കുറിച്ച് പറയേണ്ട ഒരു ആവശ്യകത മാരേജിനുണ്ടോ? അതായത് സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ആയിരുന്നു രണ്ടുപേരും. ഓക്കെ, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതാണ് പാർട്ട്ണറെ. കീപ് കമ്പയറിങ്. അയാൾ എത്രയും വന്നില്ലല്ലോ, ഐ ഹാഡ് എ ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് വിത്ത് ഹിം. അതായത് പ്രീവിയസ് റിലേഷൻഷിപ്പിൽ കമ്പയർ ചെയ്യും. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? എന്ത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ നീ അമ്മയുടെ അടുത്ത് പറയേ, അമ്മ അത് ചെയ്തു തരും. ഇത് ഇത്രയും പോലും റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റാത്ത നിങ്ങളെ കല്യാണം കഴിക്കണ്ട. ഞാൻ ആ പാഡ് ഇപ്പം പീരിയഡ്സ് ആണല്ലോ, അത് 3 ദിവസം എൻ്റെ കയ്യിൽ തന്നെ വെച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടാണ് അത് കളഞ്ഞത്. ഏറ്റവും സില്ലി ആണെന്ന് തോന്നുന്ന പോലത്തെ ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. വൈ ഡു കപ്പിൾ ഫൈറ്റ്? ഒരുപാട് പേര് വന്ന് തുറന്ന് സംസാരിച്ച ഒരു സ്പേസിൽ ഇരുന്നിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് എന്താണ് ഒരു ഒബ്സർവേഷൻ? വാട്ട് ഈസ് ദ കീ പോയിന്റ് ദാറ്റ് യുനോ? കാണാത്തത് കൊണ്ട്, അറിയാത്തത് കൊണ്ട്, മിണ്ടാത്തത് കൊണ്ടെന്ന് ഞാനിങ്ങനെ കമ്മ്യൂണിക്കേഷൻ പ്രശ്നം കാണുന്നില്ല. വിച്ച് ഇസ് പ്രയോറിറ്റി. I don't feel that I am his priority anymore. I feel I am replaced. This is a reason. മിണ്ടുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. നിനക്കത് മനസ്സിലായില്ലേ? ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേനും നിനക്കത് എല്ലാം പറയണോ? മനസ്സിലായില്ലേ? എല്ലാം പറയേണ്ട ആവശ്യമുണ്ടോ? കുറേയൊക്കെ മനസ്സും കണ്ടറിഞ്ഞൊക്കെ ചെയ്തുകൂടെ? ദർ ഇസ് നോ കമ്മ്യൂണിക്കേഷൻ. അറിയാത്തത് കൊണ്ട് വി ആർ നോട്ട് ഫീലിംഗ് എനിമോർ. വി ആർ ജസ്റ്റ് റാൻഡംലി റോബോട്ടിക് ആയിട്ട് രണ്ട് ലൈഫ് ഇങ്ങനെ ജീവിച്ച് പോവുകയാണ്. നമ്മൾ പരസ്പരം അറിയുന്നേ ഇല്ല. ഇപ്പോൾ PMA ഗഫൂറിൻ്റെ പുതിയ പുസ്തകമുണ്ട്, നീ തൊട്ടു അല്ല അവർ തൊട്ടു നീ തലോടി പറഞ്ഞിട്ട്. അതിനകത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, റിലേഷൻഷിപ്പിലാവുക എന്ന് പറഞ്ഞാൽ രണ്ട് പുഴകൾ ഒരുമിച്ച് ഒഴുകാൻ തുടങ്ങുകയാണ്. രണ്ട് ദിശയിൽ ഒഴുകിയ പുഴകൾ ഒരുമിച്ച് കൂടുമ്പോൾ ആ കൂടിയ സ്പേസ് എങ്ങനെയായിരിക്കും? പരസ്പരം ഒരു ഫൈറ്റ് ഉണ്ടാകും, അത് മുഴുവൻ കലങ്ങി മറിഞ്ഞതായിരിക്കും, തെളിഞ്ഞ വെള്ളമായിരിക്കില്ല. അവരൊരുമിച്ച് കുറച്ച് കാലം ഒഴുകി തുടങ്ങി കഴിയുമ്പോഴേ പിന്നെ നദി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ക്ലിയർ ആയിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും പഴയ കാലത്ത് പറയും ഒരു 5 കൊല്ലം റിലേഷൻഷിപ്പിന് നമുക്ക് കൊടുക്കാം. അപ്പോൾ പഴയ ഐഡിയോളജിയിൽ നിന്ന് വരുന്നവർ ആ 5 കൊല്ലം കൊണ്ട് പരസ്പരം മനസ്സിലാക്കി അങ്ങോട്ട് മുമ്പോട്ടേക്ക് പോകും. നമ്മുടെയൊക്കെ സമയത്ത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ സമയമേ കൊടുക്കുന്നില്ല. നമ്മുടെ എക്സ്പെക്റ്റേഷൻ നമ്മൾ ഒരുമിച്ച് കൂടി, നമ്മുടെ ഇഷ്ടങ്ങളൊന്നാണല്ലോ, നമ്മുടെ താല്പര്യങ്ങളൊന്നാണല്ലോ, നമ്മുടെ ചിന്തകളൊന്നാണല്ലോ, പിന്നെ എന്തിനാ ഫൈറ്റ്? അങ്ങനെ ആയിരിക്കുമോ? അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ കാണുന്നുമില്ല, മിണ്ടുന്നുമില്ല, അറിയുന്നുമില്ല പരസ്പരം. പണ്ട് എൻ്റെ അടുത്ത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് വളരെ എൻ്റെ ഒരു മെൻറ്റർ പോലെ ഇരിക്കുന്ന ഒരാൾ പറഞ്ഞതാണ്, കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ കൂടെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഹീ ടോൾ മീ, എൻ്റെ വീട് നിൻ്റെ വീട്, എൻ്റെ കൂട്ടുകാർ, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ സാധനം ഇതൊക്കെ മാറി ഇപ്പം നമ്മുടെ വീട്, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ എന്നതിലേക്ക് നമ്മൾ മാറുന്നൊരു പോയിന്റ് വരും. അവിടെയാണ് നിങ്ങൾ മാരീഡ് ലൈഫ് തുടങ്ങുന്നുള്ളൂ. അതിന് നിങ്ങൾ 1 ദിവസം എടുക്കണോ, 10 വർഷം എടുക്കണോ, 15 വർഷം എടുക്കണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് പറയും. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പേരൻറ്റിങ്ങിനകത്ത് ഇരിക്കുമ്പോൾ ഒരു അമ്മമ്മ മീൻസ് ഗ്രാൻഡ് മദറാണ്. ഷീ ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് 65. പുള്ളിക്കാരത്തി അപ്പോഴും പറയാണ് എൻ്റെ വീട്ടിലിങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ 65 ഇയർ ആയിട്ട് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീടെന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഉദ്ദേശിക്കുക? ദ വീട് ദാറ്റ് ഷീ മെയ്ഡ് അല്ലേ? ചൈൽഡ്ഹുഡിൽ വളർന്ന ഇടയ്ക്ക് ഇതുവരെ വണ്ടി കിട്ടിയിട്ടില്ല. ആ ഒരു വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പിൽ വരുമ്പോഴത്തേന് എൻ്റെ അമ്മയോട് നിങ്ങൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു, എൻ്റെ അച്ഛനോട് നിങ്ങളുടെ അച്ഛൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയണേ. ഈ എൻ്റെ അമ്മയോട് നിങ്ങളുടെ അച്ഛൻ സംസാരിച്ചത് അവർ രണ്ടുപേരും 2 അഡൽട്ട്സ് ആയിട്ടുള്ള കാര്യമല്ലേ? ഞാൻ എന്തിനാണ് അതിനകത്ത് വാളും പരിചയമെടുത്ത് ചാടണേ? എൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ഓക്കെ, ഇപ്പം എൻ്റെ അമ്മയുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു ഐ ക്യാൻ ഡെഫിനറ്റ്ലി പറയാം അത് മോശമായി പോയി എന്ന് പറഞ്ഞാൽ അത് ഫൈറ്റ് ചെയ്യാനുള്ള കഴിവ് അമ്മയ്ക്കില്ലേ?
എന്തോരം റിലേഷൻഷിപ്പാണെന്നറിയോ, വെറുതെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് പറഞ്ഞ് വഴക്കുണ്ടാക്കി പോണത്. അവർ കല്യാണത്തിലേക്ക് പോലും എത്തില്ല. അതായത് കല്യാണത്തിലേക്ക് സംസാരിക്കുമ്പോഴത്തേനും നിങ്ങളുടെ അച്ഛനുണ്ടല്ലോ, എൻ്റെ അച്ഛനോട് ഇങ്ങനെയാ സംസാരിച്ചത്, വളരെ മോശമായിപ്പോയി. എന്നാൽ ഈ അച്ഛനൊക്കെ പ്രശ്നമൊന്നും തോന്നിയില്ല, അമ്മയ്ക്കും പ്രശ്നം തോന്നിയില്ല. ഞങ്ങൾ കാരണവന്മാർ അങ്ങനത്തെ ഒരു രീതിയാണെന്നാണ് അവർ പറയണത്. പക്ഷേ ഈ കുട്ടിക്ക് വലിയ പ്രശ്നം തോന്നി. ഞാൻ പറയുന്നത് തെറ്റാണെന്നും ശരിയാണെന്നും അല്ല, പിക്ക് യുവർ ഫൈറ്റ്സ് എന്നാണ്. എല്ലാത്തിനും എടുത്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ശരിക്കും അപ്പം ഇപ്പം നമ്മൾ എവിടുന്നാ വന്നേ? റിലേഷൻഷിപ്പ് വേണം നമ്മൾ പറഞ്ഞു. നമ്മളിപ്പോൾ പക്ഷേ അടി ഉണ്ടാക്കുന്നതും പരസ്പരം മിണ്ടാതിരിക്കുന്നതും എന്തിൻ്റെ പേരിലാണ്? ഇത് നമ്മളെ മറ്റേ കേരള ഇന്ത്യൻ കോൺസെപ്റ്റിൽ കല്യാണം ഇസ് അബൌട്ട് ടു ഫാമിലീസ് വെഡിങ് ഈച്ച് അതർ എന്ന് ചേതൻ ഭഗത് പറഞ്ഞതുപോലെ ഇരിക്കും. അതിനൊക്കെ വഴക്ക്. ഇപ്പം എനിക്ക് ഒരു ക്ലയൻറ്റ് ഉണ്ട്, 3 മാസമായിട്ട് അവർ പരസ്പരം മിണ്ടിയിട്ടില്ല. വൈഫ് വൈഫിൻ്റെ വീട്ടിലും ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ വീട്ടിലുമാണ്. അവർ കാക്കനാട് ഒരു ഫ്ലാറ്റ് റെൻ്റ് കൊടുക്കുന്നുണ്ട്, ചുമ്മാ അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ റീസൺ, അവളുടെ അമ്മ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു അവിടെ, അച്ഛനോട് സംസാരിക്കാതെയാണ് വീട്ടിൽ കയറി പോയത് എന്നുള്ളതാണ് കൺസേൺ. ഓക്കെ. അപ്പോൾ അച്ഛനോട് സംസാരിക്കാതെ കയറി പോകുന്ന പറഞ്ഞത് ഭയങ്കര ഡിസ്റെസ്പെക്റ്റ് ആണ്. ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് ആ മകന് തോന്നിയെങ്കിൽ അത് തീർച്ചയായിട്ടും പറയാം. അവിടെ അതും കഴിഞ്ഞ് ഭാര്യയോടൊരു വലിയ വഴക്ക്. ഭാര്യ പോയിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ അങ്ങനെ ചെയ്യരുത്, അച്ഛനോട് മിണ്ടണം. അപ്പോൾ അമ്മ പറഞ്ഞു, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അതൊരു വലിയ പ്രശ്നമാണോ? അപ്പം അച്ഛൻ മരുമോള് പോയിട്ട് അമ്മായപ്പനോട് മിണ്ടുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഏട്ടൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ, അയ്യോ എനിക്കങ്ങനെ തോന്നിയില്ല എന്ന് പുള്ളിയും പറഞ്ഞു. ഓക്കെ. പിന്നെ ഇപ്പം ഇവിടെ ആർക്കാ പ്രശ്നം? അതെ 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 അതെ. പക്ഷെ ഇത് എന്താ പറയണ, കുരു കഴിക്കുന്ന പോലെ അഴിക്കാൻ വേണ്ടി കുറേ സമയം എടുക്കും. ഇത് സംസാരിച്ചില്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു സാധനം തുടങ്ങി വർഷങ്ങൾക്ക് ഇപ്പുറമായിരിക്കും ഇതൊക്കെ പുറത്തു വരിക. അന്നേ നിന്റെ അച്ഛൻ അങ്ങനെ വർത്താനം പറയാറുള്ളൂ, അന്നേ നിന്റെ അമ്മ ഇങ്ങനെ കാണാറുള്ളൂ. പക്ഷെ ഇതൊക്കെ നമ്മൾ എടുക്കുന്നത് നമുക്ക് നമ്മുടെ ഐഡന്റിറ്റിക്ക് വരുന്ന പ്രശ്നങ്ങളായിട്ടാണ്. അപ്പോൾ യു ഡിഫൈൻ യുവർ ക്ലാരിറ്റി. നിങ്ങൾ ഇതിനൊക്കെ വേണ്ടി വഴക്കുണ്ടാക്കാനാണോ ഈ എന്താ പറയുക റിലേഷൻഷിപ്പിൽ ഇറങ്ങിത്തിരിക്കുന്നേ? ഞാൻ ഈ മഞ്ഞ സാരി എടുത്തു, എൻ്റെ ഹസ്ബൻഡ് മഞ്ഞ കളർ ഇഷ്ടമല്ല എന്ന് വിചാരിക്കൂ. പുള്ളി വന്ന് എനിക്ക് മഞ്ഞ സാരി മാത്രമേ കിട്ടിയുള്ളൂ, അതിൻ്റെ പേരിൽ എനിക്ക് ഒരു വഴക്കുണ്ടാക്കിക്കൂടെ? വേണമെങ്കിൽ ദാറ്റ്സ് മൈ ചോയ്സ് അല്ലേ? അല്ലെങ്കിൽ ഐ ക്യാൻ സേ ഇഷ്ടപ്പെട്ടില്ലേ, എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമായിട്ടോ, നെക്സ്റ്റ് ടൈം ഞാൻ ഈ സാരി വേറെ മാറ്റി എടുത്തോളാം. ഐ ക്യാൻ അറ്റ്ലീസ്റ്റ് ഡിസൈഡ് അദ്ദേഹത്തിൻ്റെ കൂടെ പോകുമ്പോൾ എനിക്ക് സാരി കൊടുക്കണ്ട. ഇതൊരു ചോയ്സ് ആണ്. ഇനി പുള്ളിയോട് എനിക്ക് പറയാം, ദാറ്റ്സ് കംപ്ലീറ്റ്ലി മൈ പേഴ്സണൽ സ്പേസ്, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ എടുക്കട്ടെ. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്, ബട്ട് ദാറ്റ്സ് ഫൈൻ. അതും ഓക്കെ അല്ലേ? ഓക്കെയാണ്. പക്ഷെ ഈ നാവിഗേഷൻസ് ഒന്നും ഇല്ലല്ലോ. ദാറ്റ്സ് വൈ ദേ ആർ ഫൈറ്റിംഗ്. സോ ഐ വോണ്ട് യങ് അഡൽട്സ് ടു ലേൺ ദിസ് നാവിഗേഷൻസ്. ബേസിക്കലി ദിസ് കംസ് ഫ്രം പേരന്റിങ് ഓൺലി. നമ്മൾ അടി ഉണ്ടാക്കാൻ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അടി ഉണ്ടാക്കാതിരിക്കുക എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഉണ്ടാക്കാൻ പഠിപ്പിക്കുക. ഒരു സാധനം എടുത്തുകൊണ്ട് പോയി, നിന്നെ കാണാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്താ, നിന്നെ കാണാൻ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ നീ അത് മൈൻഡ് ചെയ്യണ്ട, അല്ല നീ രണ്ടെണ്ണം തിരിച്ചു പറയൂ. ഇത് രണ്ടും അല്ലാതെ എന്താ ഓപ്ഷൻ? അത് നമ്മളെന്താ പഠിപ്പിക്കാത്തെ? ഇതാണ് ആക്ച്വലി, ഇത് ബേസിക്കലി പേരൻറ്റിങ്ങിലെങ്കിലും ഇപ്പം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ചില കാര്യങ്ങൾ പറയില്ലേ, അവൾ എൻ്റെ സാധനം എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറയും. ഇപ്പോൾ എനിക്ക് 2 മക്കളുണ്ട്. ചിലപ്പോൾ ഒന്ന് പറയാം, അമ്മ അവൾ എടുത്തിട്ട് പോയി. അപ്പോൾ ഞാൻ ചോദിക്കാം, അപ്പോൾ അമ്മ പോയി പറയാ അവളോട് തിരിച്ചു തരാൻ വേണ്ടി. ഞാൻ കൂടെ വരാം, നീ സംസാരിക്കേ, ഓക്കെ എനിക്ക് തിരിച്ചു തരണം. ഞാൻ ചോദിക്കും, ഇങ്ങനെയാണോ പറയാ? കുറച്ചുകൂടെ റെസ്പെക്ട്ഫുൾ ആയിട്ട് പറയാൻ പറ്റൂലേ? അപ്പോൾ ഷീ മൈറ്റ് ഹാവ് ഹെർ ഓൺ എക്സ്പ്ലനേഷൻസ് ടു ഡു ഇറ്റ്. ലെറ്റ് ദം സിറ്റ് ആൻഡ് ടോക്ക്. അപ്പം അവർ കുട്ടികളായതുകൊണ്ട് ഞാൻ കൂടി ഇരിക്കാം. ഇങ്ങനെ ഒന്ന് പഠിപ്പിക്കണം. അപ്പോൾ വലുതായി കഴിയുമ്പോഴത്തേനും ഒരു സാധനം ഇപ്പോൾ ഞാൻ എപ്പോഴും കോട്ടയം ഒരു എക്സാമ്പിളാണ്. സംയുക്ത വർമ്മ പറയാറില്ലേ, എന്ന് വെച്ചാൽ ബിജു പറയുന്ന വെഞ്ചാമരം ഇട്ടുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന്, വലിയ കമ്മലിട്ട് ഇറങ്ങുമ്പോൾ ദാറ്റ് ഈസ് ഓൾസോ എ റീസൺ ടു ഫൈറ്റ്. If you want, that's a choice. അപ്പോൾ പുള്ളിക്കാരത്തി എന്താ പറയുക, വെഞ്ചാമരം ആയിട്ടില്ല, കുറച്ചും കൂടി വലിയൊരു വെഞ്ചാമരം നെക്സ്റ്റ് ടൈം ഞാൻ ഇടുന്നുണ്ടെന്നാണ് പറയാം. ഐ വുഡ് സേ, നമുക്കിങ്ങനെ സൈക്കോളജിയിലൊരു ഫറയ്ക്ക് അറിയാൻ പറ്റില്ല, നമ്മൾ കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ടല്ലോ. അതായത് ഫറ എടുത്ത് ഞാൻ പറയണം, യു ലുക്ക് ലൈക്ക് എ ജിറാഫ്, ഓക്കെ, യു സൗണ്ട് ലൈക്ക് എ ഫോക്സ്. എവിടെയെങ്കിലും ഹേർട്ട് ആവുമോ? എനിക്ക് കേട്ടാവില്ല. ഞാൻ പറയാണ്, ഫറ കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധിക്കാം. നിങ്ങളൊരു ആക്ടിങ് ഫീൽഡിലൊക്കെ ഉള്ള ഒരാളല്ലേ, കുറച്ചും കൂടി നമുക്ക് ബോഡിയെ കുറിച്ച് കോൺഷ്യസ് ആവാം, കുറച്ചുകൂടി മേക്കപ്പിലൊക്കെ ശ്രദ്ധിക്കാം, ഹെയർ ഒക്കെ കുറച്ചും കൂടി റെഡി ആക്കാം. അപ്പോൾ കൺസേൺ കുറച്ചെങ്കിലും എവിടെയെങ്കിലും. പിന്നെ ഓഫ് കോഴ്സ് ദിസ് ഈസ് ഹാപ്പനിങ് ഓൺലി ബിക്കോസ് യു ഹാവ് വൾണറബിലിറ്റി or ഇൻസെക്യൂരിറ്റി വിത്തിൻ യുവർ സെൽഫ്. അല്ലാണ്ട് നമുക്ക് അവിടെ ട്രിഗർ ഉള്ളതുകൊണ്ടാണ് നമ്മളെ. ഇപ്പൊ ഞാൻ പറഞ്ഞത് കൊണ്ടാണോ നിങ്ങൾ ട്രിഗർ ആയത്? അല്ല, ഓൾറെഡി അവിടെ ട്രിഗർ ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത്, ട്രിഗർ ചെയ്തത്. ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ.
ഇപ്പം നമ്മൾ എന്നെ കണ്ടിട്ട് നീ യു ലുക്ക് ലൈക്ക് എൻ എലിഫന്റ് എന്ന് പറഞ്ഞാൽ നിനക്ക് വരെ പ്രാന്താണെന്നല്ലേ ഫസ്റ്റ് എനിക്ക് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ എനിക്കാവുമ്പോ അല്ലേ. അതേ സമയത്ത് എൻ്റെ അടുത്ത് പറയണോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യുന്നുണ്ടോ, മക്കളൊക്കെ ഭയങ്കര ഫൈറ്റ് ആണല്ലോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാനിങ്ങനെ ഫൈറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു സാധനം പെട്ടെന്ന് വരില്ലേ. മക്കളാകുമ്പോൾ ഫൈറ്റ് ചെയ്യണ്ടേ ശരിക്കും പറഞ്ഞാൽ, അവരങ്ങനെ അല്ലാണ്ട് എങ്ങനെ ജീവിക്കുക. ബട്ട് ദിസ് ഇസ് വിത്തിൻ മീ, ട്രിഗേഴ്സ് ആർ വിത്തിൻ മീ. ഇതാണ് പ്രശ്നം. Unless you know where are your vulnerabilities, insecurities, your problems, ആരെങ്കിലും എന്തെങ്കിലും ഒരു തമാശയ്ക്ക് പോലും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒഫൻഡഡ് ആവും. നമ്മൾ കൂട്ടായിരിക്കുന്നു, ബെസ്റ്റ് ഫ്രണ്ട്സ് ആവുന്നു, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് പെണ്ണ് കണ്ടു, കുറച്ചൊരു മിണ്ടി, നമ്മൾ കല്യാണം കഴിച്ചു. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പറ്റുമെന്ന് അറിയോ? ഞാൻ എപ്പോഴും പറയും, നമുക്ക് നമ്മളായിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്പേസ് ആണ് സേഫ് സ്പേസ്. അപ്പോൾ സ്വതവേ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഒരു കളിയാക്കലാണ് എൻ്റെ ഒരു ജനറൽ പ്രകൃതം എന്ന് വിചാരിക്കുമോ. അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് പാസ് ഓൺ ചെയ്താൽ എൻ്റെ ഹസ്ബൻഡ് അത് എടുക്കാൻ പറ്റാതിരിക്കാൻ പാടില്ലേ. അപ്പം ഞാൻ പറയാണ്, നിങ്ങൾ എന്തെന്നാണ് ഒരു തമാശ പോലും മനസ്സിലാക്കുന്നില്ല. സ്റ്റാർട്ട്സ് എ ഫൈറ്റ്. Just because we are not embracing, I am not saying about respect. ഡിസ്റെസ്പെക്റ്റിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. മനസ്സിലായോ? അത് ഇതിനകത്തൊരു നാവിഗേറ്റഡ് സ്പേസ് ഉണ്ട്. അത് ഉണ്ടാവണം, എല്ലായിടത്തും ഉണ്ടാവണം. അതെപ്പോഴാണ് ഉണ്ടാവുക? നമ്മൾ പരസ്പരം മനസ്സിലാക്കുന്നു. അഡ്ജസ്റ്റ്മെന്റ് അല്ല, അണ്ടർസ്റ്റാൻഡിങ് ആണ്. മനസ്സിലാക്കി ആ പുള്ളി അങ്ങനെയാണ് എന്തും പറഞ്ഞ ഈ എന്താ പറയണ മറ്റുള്ളവരുടെ മുൻപിലിരുന്ന ഭാര്യമാരെ കുറ്റം പറയുന്ന, തമാശ പറയുന്ന, അതല്ല ഉദ്ദേശിക്കുന്നത്. അതർവൈസ് അങ്ങനെയല്ല. അതിനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ ഈ സാരിയുടെ ഉദാഹരണമോ അല്ലെങ്കിൽ കറി ഉണ്ടാക്കിയ ഉദാഹരണമോ പറയുമ്പോഴത്തേനും ഇപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിലൊക്കെ ബേസിക്കലി ഫുള്ള് ട്രോൾ ചെയ്യുന്നത് അവരാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പം ഷൂട്ടിങ്ങിന് വരാണെന്നൊക്കെ പറയുമ്പോഴത്തേനും നെക്സ്റ്റ് എപ്പോഴാണ് ഇറങ്ങുക എനിക്ക് അവർ ആദ്യം ചോദിക്കുക. അതിന് എനിക്ക് ഒഫൻഡഡ് ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയും അത് ഞാൻ ചോദിച്ചിട്ട് പറയാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ എൻ്റെ അനിയൻ പറയും അങ്ങനെയാണെങ്കിൽ 2 ദിവസത്തേക്ക് ഞാൻ ഫോൺ എടുക്കുന്നില്ല. ഇതൊക്കെ ഒരു ഫണ്ടാണ് ഒരു പരിധി വരെ. ബട്ട് അതൊക്കെ എനിക്ക് ഭയങ്കര കൺസേൺ ആയിട്ട് തോന്നാവുന്ന കാര്യമാണ്. But it's about the triggers you have inside you. Correct. And it's always about the identity. You identify who you are as. പിന്നെ ഞാൻ ഒരുപാട് സൈക്കോളജിസ്റ്റുകളോ തെറാപ്പിസ്റ്റുകളൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, അറേഞ്ച്ഡ് മാരേജ് ഓർ ലവ് മാരേജ് എന്ന് ചോദിക്കുമ്പോൾ കൂടുതൽ നിലനിൽക്കുന്നതും കൂടുതൽ പ്രശ്നങ്ങൾ കുറവും അറേഞ്ച്ഡ് മാരേജിലാണെന്ന്. ചിലപ്പോൾ അതൊരു എന്താ പറയുക കേൾക്കുമ്പോൾ നമുക്ക് ഇപ്പം ഞാൻ വളരെ നന്നായി പ്രണയിച്ച് കല്യാണം കഴിച്ച് ജീവിക്കുന്നവരുണ്ടെങ്കിൽ പോലും എന്താണ് ഇതിൽ കോച്ചിന്റെ ഒരു ടേക്ക്? എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. ഐ ഡോണ്ട്, ബിക്കോസ് എനിക്ക് അറേഞ്ച് മാരേജ് ചെയ്ത് നന്നായിട്ട് ഇന്നത്തെ കാലത്ത് അറേഞ്ച് മാരേജ് എന്നൊരു സിനാരിയോ ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, പക്ഷെ അതിനകത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ഒരാളെ നമ്മൾ രണ്ട് വ്യക്തികളല്ലേ, രണ്ട് വ്യക്തി. ഇപ്പൊ ഈ രണ്ട് കൈ ഇതിന് തെറാപ്പിസ്റ്റ് പറഞ്ഞ റീസൺ ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയാണ് കേട്ടോ ഞാനിത് ഓർത്ത് വെച്ചത്. പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇൻ ലവ് മാരേജസ് അതായത് കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ 100 തുടങ്ങുന്നത്. ബിക്കോസ് വി ആർ അറ്റ് ദറ്റ് പീക്ക് അല്ലേ. അതിൽ നിന്ന് പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ സാധ്യതകൾ വളരെ കുറവാണ്, ഇങ്ങോട്ടേക്ക്. അതേസമയത്ത് അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല, നമ്മളിങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടാണ്. ദെൻ എക്സ്പ്ലോറേഷൻ ബിക്കംസ് എ ബിറ്റ് മോർ എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് എന്നുള്ളതാണ് ഒരു പോയിന്റ്. ആൻഡ് അത് പറഞ്ഞപ്പോഴും പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു, ഇറ്റ്സ് നോട്ട് ലൈക്ക് 60-40 പോലെയൊന്നും അല്ല ഞാൻ പറയണേ, ജസ്റ്റ് ഒരു 80-100 പോലെയൊക്കെ. അത്രയും ഡിഫറൻസസ് ഒക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത് എപ്പോഴും അറേഞ്ച്ഡ് മാരേജിലാണ്. ഇതിനകത്ത് ഒരു കോച്ചിങ് പെർസ്പെക്റ്റീവ് പറയാനാണെങ്കിൽ നമ്മുടെ ഡീപ്പ് റൂട്ടഡ് ബിലീഫ്സ് എല്ലാം നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് ആയിട്ട് മാറും. അപ്പം നമുക്ക് തന്നെ അകത്തൊരു തോന്നലുണ്ടെന്ന് വിചാരിക്കൂ, അറേഞ്ച് മാരേജേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ആരും അങ്ങനെ ചെയ്തിട്ടില്ല, അപ്പം നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അവർ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ പറ്റിയത്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒരു പരിധിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ നെഗറ്റീവ്ലി നമുക്ക് മാനിഫെസ്റ്റഡ് ആയിട്ട് വരും. ഇത് സത്യത്തിലുള്ള കാര്യം തന്നെയാണ്, ഒരാവശ്യമില്ലാതെ വരുന്ന ഒരു കാര്യമാണ്. അല്ലാതെ നമ്മൾ 2 മനുഷ്യരെ ഒരുമിച്ചാവുന്നു, തീരുമാനിക്കുന്നു, അത് പരസ്പരം അറിയലാണ്. അത് എത്ര നന്നായിട്ട് അറിയാൻ പറ്റുന്നോ, എത്ര നന്നായിട്ട് അറിയാൻ പറ്റുന്നതിനേക്കാൾ ഉപരി തോൽക്കാൻ റെഡിയാവലാണ് സത്യം പറഞ്ഞാൽ. എനിക്കാണ് മനസ്സിലായില്ല. ദെൻ ഞാൻ പിന്നെയും ട്രൈ ചെയ്യാണ്. അപ്പം എനിക്ക് കുറച്ച് മനസ്സിലായി, എനിക്ക് ഇവിടെ മനസ്സിലായില്ല, ഞാൻ ഇത്രയും മനസ്സിലാക്കി. ഇത് ഒരുമിച്ചുള്ള വളരലാ, ഇറ്റ്സ് ഇവോൾവ്, മാറുകയും ചെയ്യും അല്ലേ. അതൊരു വലിയ പ്രോബ്ലമാണ്. ചില കപ്പിളിന്റെ പ്രശ്നം അവർ തുടങ്ങുന്ന സമയത്ത് ഒരു പാർട്ട്ണർ തുടങ്ങുന്ന സമയത്ത് നിന്ന പോലെ തന്നെ നിൽക്കും, മറ്റേ ആളുകൾ മുമ്പോട്ട് പോകും
അതിനുവേണ്ടി തിരിച്ചു നോക്കുമ്പോൾ ഇയാൾ എനിക്ക് ഓക്കെ അല്ല എന്ന് പറയും. ആ, അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ ഇയാള് പണ്ടും ഇങ്ങനെയാ ആ, ഇപ്പോഴും എങ്ങനെയാ ആ. മാറിയത് ഞാൻ. അതിൽ ആരുടെ സൈഡിലാണ് ആക്ച്വലി തെറ്റ്? ഞാൻ ഇങ്ങനെ ഒരുപാട് റിലേഷൻഷിപ്സ് കണ്ടിട്ടുണ്ട്. ഞാൻ വെൻഡ് ഔട്ട് സെഷൻ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതായത് രണ്ടുപേരും അതായത് വളരെ ചെറുപ്പത്തിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത 16 വയസ്സിൽ 17 വയസ്സിലൊക്കെ പ്രണയം തുടങ്ങിയ ആൾക്കാരായിരിക്കും. എന്നിട്ട് ഒരു പോയിന്റ് വരെ എത്തിക്കഴിയുമ്പോൾ ഒരാള് മറ്റേ ആളും ആ പോയിന്റിൽ കൂടെ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പം പുറത്ത് പോവാ, പഠിക്കുക, അങ്ങനത്തെ ഒക്കെ റീസൺസ് ആയിക്കോട്ടെ. അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ദ അതർ പേഴ്സൺ വുഡ് ഡിമാൻഡ്, ഇങ്ങനെ വേണം, നീ ഇപ്പം മാറി, നീ മാറാൻ പാടില്ല, നീ ഇങ്ങനെ തന്നെ നിൽക്കണം എന്നായിരിക്കും ഡിമാൻഡ് ചെയ്യാം. പക്ഷെ ഒരു പോയിന്റ് എത്തി ഇവർക്ക് അങ്ങനെ ലൈഫിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, അതായത് ഇപ്പോൾ പഠിക്കണം അല്ലെങ്കിൽ ജോലി ചെയ്യണം, ബിസി ഷെഡ്യൂളായി എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവർ മാറും. ദെൻ ദേ വിൽ ഫൈൻഡ് ദ അതർ പേഴ്സൺ അയ്യോ അത് മാറാത്തതൊരു പ്രശ്നമായിട്ട്, അതായത് മാറില്ലേ നമ്മൾ. അപ്പം ഞാൻ എല്ലാ സമയത്തും ഇതെങ്ങനെ റിഫ്ലക്ട് ചെയ്യാന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരാറുണ്ട്. ബേസിക്കലി ഇതിനകത്ത് കോച്ചിങ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് ഈ മാറ്റത്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്, എത്രത്തോളം പറ്റില്ല എന്നുള്ളതും മാത്രമാണ്. പക്ഷെ ജനറലി നമുക്ക് മാറിയില്ല ഇയാളെ ബ്ലെയിം ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരില്ല. നമുക്ക് ജനറലി മാറണ്ടേന്ന് തന്നെ ചോദിക്കാനുള്ള ടെൻഡൻസി വരാം. ഇപ്പോൾ കാലത്തിനനുസരിച്ച് നമ്മൾ ഇത്രയും കാലം ആകുമ്പോഴൊക്കെ മാറണ്ടേ എന്ന് ചോദിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് എപ്പോഴും വരാം. ബട്ട് ദെൻ ദാറ്റ്സ് അഗെയിൻ ചില ഫറക്കറിയാം. ഞാൻ ഒരുപാട് കരിയർ തുടങ്ങിയ സമയത്ത് ഒത്തിരി സങ്കടപ്പെട്ട ഒരു ക്ലയൻറ്റ് ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ബോത്ത് ഗൈനക്കോളജിസ്റ്റ്. അപ്പോൾ ബേബി ആയി കഴിഞ്ഞപ്പോൾ ദ വേ ഷി വാസ് പുള്ളിക്ക് എടുക്കാനേ പറ്റിയില്ല. കംപ്ലീറ്റ് പ്രഗ്നൻസിയിൽ കൂടെ ഒന്ന് ഡെലിവറി കഴിഞ്ഞു, ബേബി ഒരു 1 year ആയപ്പോൾ ദേ ഡിവോഴ്സ്ഡ്. The way she changed. ആ പ്രിഫറൻസസ് മാറിയതാണോ അതോ the way she changed? അതാ പറയുന്നത്, the way you change, the way you talk, the communication, the pitch, the modulation, your thoughts, the way you were with me, the way you ruled the home, the way you were around me. എൻ്റെ പഴയ എനിക്ക് പറ്റില്ല, ഐ എം സോ സോറി, അങ്ങനെയാണ്. അപ്പോൾ ഷീ ഈസ് ഓൾസോ ലൈക്ക് ഷീ ഈസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഷീ ഈസ് ലൈക്ക് പഴയ ആളവൻ എനിക്ക് പറ്റില്ല, ഞാൻ ഈ പുതിയ സെൽഫാണ്. അങ്ങനെ പിരിഞ്ഞു പോകുന്ന എത്രയോ പേരുണ്ട്. അവിടെ നമുക്ക് ആക്ച്വലി അവരോട് മാറണ്ടെന്നോ ഇയാളോട് മാറിയത് അക്സെപ്റ്റ് ചെയ്യുമെന്നോ പറയാൻ പറ്റില്ല. ഞാൻ പറയേണ്ടത് ലെറ്റ് us have that space എന്നാ. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും കുറച്ച് കാലം കൂടെ ആ മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്തൊന്ന് നിൽക്കാനുള്ളൊരു സ്പേസ് നമുക്ക് കൊടുക്കാൻ പറ്റിയല്ലോ ആസ് എ തെറപ്പിസ്റ്റ്. നമുക്ക് ഒരുമിച്ചൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. മേ ബി വി ക്യാൻ കം ഡൗൺ ടു എ സ്പെസിഫിക് ടൈം. അതൊരു 6 months പോലെ പറയൂ. ഇപ്പോൾ 6 months ആയിക്കോട്ടെ, ഒരു 1 year ആയിക്കോട്ടെ. ക്യാൻ വി ഗിവ് ദിസ് എ ട്രൈ? നിങ്ങൾക്കത് വേണമെന്നുണ്ട്. ചില ആൾക്കാർക്ക് റിലേഷൻഷിപ്പിന് ഒരു ചാൻസും കൂടെ കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയുള്ളവരുടെ നമ്മൾ അങ്ങനത്തെ അപ്രോച്ചാണ് ചെയ്യുക. നമ്മൾ കറക്റ്റായിട്ട് ടാസ്ക് കൊടുത്ത് അവർ പരസ്പരം ഇൻവോൾവ് ചെയ്ത് അങ്ങനെ പോവാം. ആരും ഇങ്ങനെ ആയിരിക്കണമെന്നോ അങ്ങനെ ആയിരിക്കണമെന്നോ നിർബന്ധമൊന്നുമില്ല. ചില ആൾക്കാരുണ്ട്, അവർ ഭയങ്കരമായിട്ട് ഇൻ്റർകോഴ്സൊക്കെ ഫിസിക്കലി ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ഒരു പരിധി കഴിയുമ്പോൾ എനിക്ക് മടുത്ത് നിർത്തി, സ്റ്റോപ്പ് ഇട്ട പോലെ, ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ ഇങ്ങനെ നിർത്തി കളയും. പിന്നെ മറ്റേ പാർട്ണർ എന്ത് ചെയ്യും? ഈ മാരേജസിൽ ഇപ്പോ സിറ്റുവേഷൻഷിപ്സ് ഉണ്ടെന്ന് ആക്ച്വലി എങ്ങനെയാണ് അതിനെ ശരിക്കും സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു ഓപ്പൺ മാരേജ് പോലെയോ ഉള്ളൊക്കെ സിസ്റ്റം ഒക്കെ കേരളത്തിലും നിലനിൽക്കുന്നു എന്ന് പറയുന്നു. ഇതിനെങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്? ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ ഇപ്പം ഒരു പാർട്ട്ണർ പറയാണ് ഐ ഡോണ്ട് ഫീൽ എനി മോർ, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, നിന്നെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നേ ഇല്ല, ഐ ഡോണ്ട് ഈവൻ ഫീൽ യു ഡിസൈറബിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പാർട്ട്ണർ എന്ത് ചെയ്യും? യു ഗോ ഫൈൻഡ് യുവർ ഓൺ ഹാപ്പിനെസ് എന്ന് പറയാം. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പാർട്ട്നേഴ്സ് ഉണ്ട് കേട്ടോ. എങ്ങനെയാണ് മാം അത് പറയാൻ പറ്റുക? ഞാൻ എത്ര വർഷമായിട്ട് ഇയാളുടെ കൂടെയുള്ള ആളാണെന്നൊക്കെ ചോദിക്കുന്ന ഫീമെയിലും ഉണ്ട്, മെയിലും ഉണ്ട്. ഐ മീൻ കാരണം ഇപ്പം നമ്മളെല്ലാവരും വർക്കിംഗ് ആണല്ലോ, അപ്പോൾ വി കീപ് ട്രാവലിംഗ് അലോട്ട്. സോ ആരുടെയെങ്കിലും കൂടെ ട്രാവൽ ചെയ്യും. പിന്നെ ഇതിനകത്ത് ആക്ച്വലി ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഗെറ്റിംഗ് ഇമോഷണലി കണക്റ്റഡ്, ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് എ ഫിസിക്കൽ കണക്ട്. ഒരു രാത്രി മാത്രമുള്ളതോ അങ്ങനെയൊക്കെ ആവുന്ന പല കാര്യങ്ങളുണ്ട്. അതൊന്നും അവർക്ക് പിന്നീട് അതൊരു ട്രോമ, ഒരു ബാഗേജ് ഒന്നും അവിടെയാണ് നമുക്ക് ചീറ്റിംഗിന്റെ കോൺസെപ്റ്റ് പറയേണ്ടത്. കാരണം ഇപ്പം ഒരു കപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ഞാനല്ലാതെ മറ്റൊരു പാർട്ട്ണർ നിങ്ങൾ സംസാരിക്കാനോ നോക്കാനോ പോലും പാടില്ല എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണെങ്കിൽ ഇതൊക്കെ ചീറ്റിംഗാണ്. ഓക്കെ, ചില ആൾക്കാരുടെ അടുത്ത് സെക്സ് ചെയ്തോ കുറച്ച് ഫ്ലോട്ട് ചെയ്തോ ദാറ്റ്സ് ഓൾ ഫൈൻ, ബട്ട് ദെൻ ഫിസിക്കലി പറ്റില്ല, അങ്ങനെയുള്ളൊരു ഡെഫിനിഷൻ ഉണ്ട്. ഈ ചീറ്റിംഗിൽ ഇതൊക്കെ ഡിഫറെന്റാ. ഫിസിക്കലി ആയിക്കോട്ടെ ഇമോഷണലി പറ്റില്ല എന്ന് പറയുന്ന ദൂരം പേരുണ്ടെന്ന് ഒരുപാട്. ഫിസിക്കലി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു, പക്ഷെ ഇമോഷണലി പറ്റില്ല, അപ്പൊ പിന്നെ ഞാൻ റീപ്ലേസ്ഡ് ആയി പോയില്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോ ദാറ്റ് ഈസ് ഹൗ ദേ ആർ മാനേജിങ് ദെയർ നീഡ്സ്. It's about how they define and how they commit
അല്ലേ? ആ, എന്ത് തരത്തിലുള്ള കമ്മിറ്റ്മെന്റ് ആണ് ആ അവര് റിലേഷന് പരസ്പരം ഉള്ളത് കൊടുത്തിരിക്കുന്നത്, അതേപോലെ എന്ത് തരത്തിലാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ച് രണ്ടുപേരും കൂടെ ചേർന്നുള്ള ഒരു എഗ്രിമെന്റിൽ ഇല്ലാതെ ചെയ്താൽ അതിനെ ചീറ്റിംഗ് ആയിട്ട് തന്നെ കൺസിഡർ. റിലേഷൻഷിപ്പിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടാവും, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലഷർ എങ്ങനെയാണെന്നൊക്കെ അറിയുന്ന കപ്പിളിൽ പോലും ഇങ്ങനത്തെ ഒരു കോൺവെർസേഷൻ അറ്റ്ലീസ്റ്റ് മില്ലേനിയൽസിലൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. മേ ബി ജെൻസീസിലൊക്കെ കാണുമായിരിക്കാം. പക്ഷെ ഒരു 80s അല്ലെങ്കിൽ ഒരു മില്ലേനിയൽസിൽ ഇങ്ങനെ, അതായത് നിങ്ങൾ ഇങ്ങനെ ആവുന്നത് എനിക്ക് ഓക്കെയാണ്, പക്ഷെ ഇത് എനിക്ക് ഓക്കെ അല്ല കേട്ടോ, ആ ക്ലാരിറ്റി നമ്മൾ കൊടുക്കാറില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അത് കൊടുക്കൽ ഇമ്പോർട്ടന്റ് ആണോ? അത് കൊടുക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്, ഏത് ജനറേഷൻ എടുത്താലും. പക്ഷെ അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിക്ക് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചില ആൾക്കാർ ഇങ്ങനെ ഇപ്പം ഞാനൊക്കെ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെയൊക്കെ സമയത്ത് ഗ്രാൻഡ് മദറിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അപ്പൂപ്പനൊക്കെ എവിടെയെങ്കിലും പോയിട്ട് മിണ്ടുന്ന സമയത്ത് ഇങ്ങനെ ഒരു നോട്ടുണ്ട്, അത് മതി മോളെ. ഇപ്പൊ പാടത്തൊക്കെ പണിയെടുക്കുന്ന സമയത്ത് പുള്ളി ഈ ഒരു കുഞ്ഞു തോർത്തുണ്ടും വലിയ മുകളിലെ ഉടുപ്പൊന്നും ഇല്ലാതെ അവിടെ പോയിട്ട് ആ പെണ്ണുങ്ങള് ഈ പാടി ഇതാക്കുന്ന സ്ത്രീകളുടെ അടുത്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ എന്നൊരു വിളി ഉണ്ടാവും. അതിലെല്ലാം ഉണ്ട്, ആ ടോണിലെല്ലാം ഉണ്ട്. ദാറ്റ് ഇസ് ഓൾസോ കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഇത് കേൾക്കേണ്ട താമസം പുള്ളി ഓടിപ്പോ, അതായത് കമ്മ്യൂണിക്കേഷൻ ഡസന്റ് ഹാവ് ടു ബി വോക്കൽ എന്നാണ് പറയണത്. അത്രേ ഉള്ളൂ. ഞാൻ ചെയ്ത് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇപ്പൊ നമുക്ക് പരിചയമുള്ള അപ്പുറത്തെ വീട്ടിലെ ആന്റിമാരൊക്കെ ആണെങ്കിൽ ഒരു ഇച്ചിരി ഇങ്ങനെ മീൻ വണ്ടി വരുന്നത് പറയാം. അപ്പൊ അവിടെ ചില സമയത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഒരുമിച്ചുണ്ടാവും. അപ്പൊ ചിലപ്പോ ഇച്ചിരി ഒതുങ്ങി നിക്കല്, അപ്പൊ ഒരു എന്നൊരു സാധനം ഉണ്ടോ. ഇതൊക്കെ കമ്മ്യൂണിക്കേഷനാണ്. ചില നോട്ടങ്ങളാവാം, ചില പിണക്കങ്ങളാകാം, ചില കുംഭാസ കൂടലുകളാവാം. ഇപ്പൊ നമ്മൾക്ക് കോട്ടയത്തൊക്കെ പറയുന്നത് ഒരു കുംഭാസാരി വന്നിരിക്കുന്നു, അപ്പൊ ഇങ്ങനെ ഒരു കയറ്റി പിടിച്ചൊക്കെ നിൽക്കും. അപ്പൊ ഇങ്ങനെ പറയും, അയ്യോ ഞാൻ ഇനി അവിടെ പോയി മിണ്ടട്ടെ കേട്ടോ, നിന്നോട് കുറച്ചു നേരമായില്ലേ മിണ്ടുന്നേ, ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് കുഴപ്പം കിട്ടും. ഇതെല്ലാം കമ്മ്യൂണിക്കേഷനാണ്. പക്ഷേ ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കപ്പിൾ എന്ന് പറയുമ്പോഴും എല്ലാ കാര്യങ്ങളും ഇയാളോട് തന്നെ പറയണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു നമ്മുടെ വിമൻസ് ഡേയുടെ അന്ന് നമ്മളിങ്ങനെ വി ആർ ഡിസ്കസിങ് എ ടോപ്പിക്, അങ്ങനെ TKM ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അന്നേരം നമ്മളിങ്ങനെ ഒരു സംഭവം വന്നതാണ്. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേനും മെൻ ആക്ച്വലി ഇമോഷണൽ ഒരു റെഗുലേഷൻസ് അല്ലെങ്കിൽ വെന്റിലേഷൻസ് വൈഫിൻ്റെ അടുത്ത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചു, ഇസ് ഇറ്റ് പോസിബിൾ ദാറ്റ് യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് യുവർ വൈഫ്? അപ്പോൾ പറഞ്ഞാൽ ഇല്ല, ചില കാര്യങ്ങളൊന്നും പറ്റാറില്ല. അപ്പോൾ തന്നെ അടുത്തിരുന്ന ഒരാൾ കമൻറ്റ് ചെയ്തതാണ്, ഓ മൈ ഗോഡ്, ഐ തോട്ട് യു ഹാഡ് എ വണ്ടർഫുൾ റിലേഷൻഷിപ്പ് എന്ന്. അതെങ്ങനെയാണ് പരസ്പരം കണക്റ്റഡ് ആവുക? എന്തുകൊണ്ട് നമ്മളത് വണ്ടർഫുൾ അല്ലെന്ന് പറയുന്നു? ഇപ്പൊ നമ്മൾ എല്ലാവരും ഒരാളാക്കി വെക്കണം എന്ന് നിർബന്ധം. ഞാൻ പറഞ്ഞ് അടിമേടിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഈ ഭർത്താവ് എന്ന് പറയുന്ന ആളെ അച്ഛനാക്കുന്നു, അമ്മയാക്കുന്നു, അനിയനാക്കുന്നു, ചേട്ടനാക്കുന്നു, നിങ്ങളുടെ ക്രിട്ടിസൈസർ ആക്കുന്നു, നിങ്ങളുടെ തെറപ്പിസ്റ്റ് ആക്കുന്നു, നിങ്ങളുടെ ഡോക്ടർ ആക്കുന്നു. ഇത് ഒരു മനുഷ്യൻ ഇതൊക്കെ എങ്ങനെ എടുക്കും? അയാളൊരു ഹ്യൂമൻ ബീങ് അല്ലേ? ഞാൻ സങ്കടപ്പെട്ട് കരയുമ്പോൾ എൻ്റെ ഭർത്താവ് മാത്രം എന്നെ സമാധാനിപ്പിക്കാൻ പറ്റണം മാം എന്നൊക്കെ ഡിഫൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അയാൾക്ക് ആ ഇമോഷനെ എടുക്കാൻ പറ്റൂലെങ്കിലോ? പഠിക്കാം, ഒരു പരിധിവരെ റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പും ചെയ്യാം. പക്ഷെ തെറപ്പിസ്റ്റ് എങ്ങനെ അയാൾക്കാവാൻ പറ്റും? അപ്പോൾ വിച്ച് ഐ ജസ്റ്റ് വോണ്ട് ടു കൺക്ലൂഡ്, ഇതെല്ലാം കൂടി ഒരാൾ ചെയ്യണം എന്നില്ല. പല കാര്യങ്ങൾ ചെയ്യാം, ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാം. ഈവൻ ദാറ്റ് ഇസ് ഓൾസോ ഫൈൻ. യു ഹാവ് ടു ഹാവ് ദറ്റ് പേഴ്സണൽ സ്പേസ്. കപ്പിൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഒട്ടിയിരിക്കല്ല, രണ്ടായിട്ട് നിലകൊള്ളുകയാണ്. അതിൻ്റെ കൂടെ ഒരുമിച്ചൊരു ഐഡൻറ്റിറ്റി ഉണ്ട് എന്നുള്ളതും കൂടി മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ പരസ്പരം നമ്മുടെ പേഴ്സണൽ സ്പേസ് വയലേറ്റ് ചെയ്യുമ്പോൾ അത് വലിയ പ്രോബ്ലത്തിലേക്ക് വരും. ഓക്കെ. ഇതുപോലെ നമ്മൾ സിനിമകളിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ്, നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ നമ്മുടെ മുന്നേ ഉള്ള എല്ലാ റിലേഷൻസിനെ കുറിച്ചും പറയാം. അത് നമ്മളിങ്ങനെ വളരെ കാൽപ്പനികമായിട്ട് ചോദിക്കും, നിനക്ക് അങ്ങനെയുള്ള വല്ല മുന്നേ റിലേഷൻസ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഇത് നമ്മൾ സിനിമകളിൽ എനിക്ക് തോന്നുന്നു ഒരു 100 സിനിമകളിലെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അപ്പോൾ ശരിക്കും നമ്മൾ മുന്നേ ഉണ്ടായ ഈവൻ നമ്മളുടെ ഇപ്പം കോളേജ് കാലത്തെ പ്രണയങ്ങളെല്ലാം അന്ന് നമ്മുടെ ഒന്നും കാലത്ത് ചിലപ്പോൾ സെക്ഷലി ഇൻവോൾവ് ആയിരിക്കണം എന്നില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് സെക്ഷലി ഇൻവോൾവ് ആയിട്ടുള്ള പ്രണയങ്ങളാണ് കൂടുതൽ. നമ്മുടെ കാലത്ത് സെക്ഷലി ഇൻവോൾവ് ആയിരുന്നത് നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ.
ഞാൻ പറയണേ ഒരു ആ, 100% ചിലപ്പോൾ ഒരു 60% സെക്ഷൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവില്ല. നമുക്ക് പേടി ഉണ്ടായിരുന്നു, നമുക്ക് ഇത്രയും ആക്സസ് ഇല്ല, ഇത്രയും അപ്രോച്ചബിലിറ്റി ഇല്ല, ഇതൊക്കെ കൊണ്ട്. പക്ഷെ ഇന്ന് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഐ ഫീൽ എവ്രി റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഇസ് സെക്ഷലി ഇൻവോൾവ്. അങ്ങനെയും കൂടെ ആയിരിക്കുന്ന സ്ഥിതിക്ക് ഇങ്ങനെ നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ്, നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന പാർട്ട്നേഴ്സിനെയൊക്കെ കുറിച്ച് പറയേണ്ട ഒരു ആവശ്യകത മാരേജിനുണ്ടോ? ഇത് എൻ്റെ പേഴ്സ്പെക്റ്റീവാണ് ഞാൻ പറയുന്നത്. തുറന്നെല്ലാം കൂടി എഴുന്നള്ളിക്കേണ്ട കാര്യമില്ല. വിച്ച് ഐ വിൽ ഓൾസോ ആഡ് എബൌട്ട് യുവർ ചൈൽഡ്ഹുഡ് ട്രോമാസ്, എബൌട്ട് ദ വേ യുവർ ഫാദർ ആൻഡ് മദർ ബിഹേവ് ഇൻ ദെയർ, അവർ ആസ് എ കപ്പിൾ, നമ്മുടെ ഫാമിലിയുടെ കംപ്ലീറ്റ് ഡൈനാമിക്സ്. എന്നെ കുഞ്ഞിലെ മുതലേ കേട്ടിട്ടില്ലാത്ത അമ്മയാണ്, എനിക്കൊരു വിലയും തരാത്ത ഒരു വീടാണ്, ഇതൊന്നും പറയേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ഐ ബിലീവ് ഈ മാൻ എന്ന് പറയുന്ന ഒരു സ്പീഷീസ് നമുക്ക് ബേസിക്കലി നമുക്ക് ഡോമിനേറ്റ് ചെയ്യണം. ഇഫ് ഐ എവർ വോണ്ട് ടു വിൻ ഓവർ യു, ഐ വിൽ ഓൾവേസ് യൂസ് യുവർ വൾനറബിലിറ്റീസ് അഗെയിൻസ്റ്റ് യു. തിരിച്ചു മെന്നും അങ്ങനെ പറയേണ്ടതില്ല. രണ്ടുപേരും. അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത്? അതിർത്തി വെച്ച് പറയണം. റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന കാര്യങ്ങൾ കൊണ്ട് അത് വർക്കായില്ല. ഇറ്റ് കുഡ് ബി ബിക്കോസ് യുനോ എനിക്ക് അത്രയും സെക്ഷലി എക്സ്പ്ലോർ ചെയ്യുന്നത് എനിക്ക് ഓക്കെ ആയിരുന്നില്ല, ഐ വാസ് നോട്ട് കംഫർട്ടബിൾ. പിന്നെ പുള്ളി എൻ്റെ അടുത്ത് അത്ര ലോയൽ ആയിരുന്നില്ല, നമുക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ച് വന്നപ്പോൾ നമുക്കത് ശരിയായില്ല, ഇങ്ങനെയൊക്കെ പറയാം. അല്ലാതെ ഈ കഥ മുഴുവനും മറ്റേ പൊടിപ്പും തൊങ്ങലും വെച്ച് സാഹിത്യമായിട്ട് എഴുന്നള്ളിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? ഇനി ഞാനിത് പറഞ്ഞ ചൈൽഡ്ഹുഡിൻ്റെ കാര്യം കൂടിയാ. ചില ആൾക്കാരൊക്കെ സങ്കടം വന്നിട്ടുണ്ട് മാം. അതായത് നമുക്കിങ്ങനെ ഈ പ്രഗ്നൻസി ആകുമ്പോൾ ഇല്ലേ ഫറ, നമുക്കങ്ങനെ ഒരു കൊതിയാവും, ഞാനൊന്ന് വീട്ടിൽ പോയിക്കോട്ടെ. വീട്ടിൽ പോയി അപ്പം നിന്റെ അമ്മ നിന്നെ ചൈൽഡ്ഹുഡിൽ ഒരിക്കലും നോക്കിയിട്ടില്ലെന്നാണല്ലോ പറഞ്ഞേ. ഇപ്പൊ നിന്നെ ഇപ്പൊ നിന്നെ നോക്കുന്ന എന്താ ഉറപ്പുള്ളേ? നീ എന്തിനാ ഈ നിറവേരം വെച്ചോണ്ട് അങ്ങോട്ട് പോണേ? അപ്പൊ അവരൊന്ന് കരയാണ്, മാം ഇത് വരുത്തി വെച്ചത് ഞാൻ തന്നെയാണ്. ഞങ്ങൾ സ്നേഹിച്ചപ്പം അമ്മയായിട്ടുണ്ടായ എന്റെ ഫൈറ്റ്സ് എല്ലാം ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അമ്മ കുറെ മാറിയിട്ടുണ്ട്, ഞാനും കുറെ മാറിയിട്ടുണ്ട്. പക്ഷെ ഇയാൾക്കത് മനസ്സിലാവുന്നില്ല, അയാൾ സമ്മതിക്കുന്നില്ല. പക്ഷെ അവിടെ ഉണ്ടായ ഡാമേജ് നമുക്കിനി ഒരുമിച്ചിരുന്ന് സംസാരിച്ച്, പക്ഷെ ഒരു കാര്യവും നമുക്കെങ്ങനെയില്ലേ, ട്രസ്റ്റിന് ഈ 100 അല്ലെങ്കിൽ 0 ആ റൂള്. എൻ്റെ ഇടയ്ക്ക് 99, 98 അങ്ങനത്തെ റൂളില്ല. അപ്പോൾ ഒരു സാധനം പോയാൽ പോയി. പിന്നെ ഈ ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കുന്നു എന്ന് പറയുന്ന പോലെ അവിടെ ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ രണ്ടാമത് റീക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഐ സജസ്റ്റ് നിങ്ങൾ എല്ലാം കൂടി പറയണ്ട, ബട്ട് ദെൻ ഡെഫിനറ്റ്ലി പറയണം. റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു നോണ പറയേണ്ട കാര്യമില്ല, അടച്ചു വെക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ പറയാം, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇസ് നീഡഡ്, ദാറ്റ് ഇസ് യുവർ പേഴ്സ്പെക്റ്റീവ്, അങ്ങനെയും പറയാലോ. നമ്മളിപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയണം നിർബന്ധമുണ്ടോ? വി ക്യാൻ ആസ്ക് സം ക്വസ്റ്റ്യൻസ് ഓൾസോ, അങ്ങനെയും ചെയ്യാം. അതേപോലെ ഇറ്റ്സ് നോട്ട് അബൌട്ട് വൺ പാർട്ട്ണർ, ഇറ്റ്സ് അബൌട്ട് ബോത്ത് പാർട്ട്നേഴ്സ്. അതായത് സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ആയിരുന്നു രണ്ടുപേരും. ഓക്കെ, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതാണ് പാർട്ട്ണറെ. കീപ് കമ്പയറിങ്. അയാൾ എത്രയും വന്നില്ലല്ലോ, ഐ ഹാഡ് എ ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് വിത്ത് ഹിം. അതായത് പ്രീവിയസ് റിലേഷൻഷിപ്പിൽ കമ്പയർ ചെയ്യും. അവൻ കുറച്ചും കൂടി നല്ലതായിരുന്നു, കുറച്ചും കൂടി ഇങ്ങനെയായിരുന്നു. ബട്ട് ദെൻ അങ്ങനെ ഓപ്പൺ ആയിട്ട് ഹാപ്പി ആവുന്ന ആളുകളും ഉണ്ട്. എടാ നീ എന്നെ അങ്ങനെ, അവൻ ചെയ്ത പോലെ ഇങ്ങനെ ചെയ്യടാ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, വളരെ ഓപ്പൺ ആയിട്ട് പറയുന്ന ആൾക്കാരും ഉണ്ട്. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ഈവൻ ഇഫ് യു നോ യുവർ പാർട്ട്ണർ ഫോർ 2 വർഷമായിട്ട് അറിയാവുന്ന ആളാണെങ്കിൽ പോലും മാരേജ് എന്നുള്ള സ്റ്റെപ്പിന് മുന്നേ ഇത്തരം ക്ലാരിറ്റി ഉണ്ടാക്കുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ബേസിക്കലി പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമുക്ക് ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലൊക്കെ കല്യാണത്തിന് മുൻപ് 3 days ഒക്കെ, നേരത്തെ ഒരു സ്റ്റേക്കേഷൻ പ്രോഗ്രാം ആയിരുന്നു, ഇപ്പൊ പിന്നെ എല്ലാം 1 day വെച്ചിട്ട് പോയി തിരിച്ചു വരുന്ന പോലത്തെ ഒക്കെ ആണ് ഇപ്പം. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് അതായത് ഫറയ്ക്ക് അറിയാമോ? അതെ, ഞാനത് പറയാൻ കാരണം അവിടെ ഒരു കൗൺസിലിംഗ് കൂടിയിട്ടും ഹൗ ടു ഹാവ് എൻ ഇൻറ്റിമസി എന്ന് അറിയാൻ വേണ്ടിയിട്ട് കപ്പിൾ ഒരു സെഷൻ എടുത്തിട്ടുണ്ട് എൻ്റെ അടുത്ത്. ഒരു കല്യാണം കഴിഞ്ഞിട്ട് 2-3 ആഴ്ചയായിട്ടുള്ളൂ. ബട്ട് ദെൻ അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്? അത് അച്ഛന്മാരങ്ങനെ അങ്ങനൊരു ഇവിടെ ഉണ്ടായിരുന്നു, ബട്ട് ദെൻ നമുക്ക് മനസ്സിലായില്ല, നമുക്കറിയില്ല. അപ്പം അങ്ങനെയല്ല, ഇറ്റ്സ് നോട്ട് അബൌട്ട് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇൻറ്റിമസിനെ കുറിച്ച് പറയലോ അല്ലെങ്കിൽ നിങ്ങളെങ്ങനെ ഒരുമിക്കണമെന്ന് പറയുന്ന ഒരു സ്പേസ് അല്ല. നിങ്ങൾ ബേസിക്കലി ഇപ്പം ഞാൻ നേരത്തെ ഫറടുത്ത് പറഞ്ഞ പോലെ, ഇപ്പം എൻ്റെ കല്യാണം എന്ന് വിചാരിക്കുമോ, ഞാൻ ചെല്ലുന്നത് വേറൊരു വീട്ടിലേക്കാണ്. ആ വീട്ടിൽ ആ വീടിൻ്റെതായിട്ടുള്ള നോംസ് ഉണ്ടാവും. ഇപ്പം എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കണ്ടു വളർന്ന് ഞാൻ
അവിടെ ചെല്ലുമ്പോൾ അമ്മ മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഐ ക്യാൻ ഡെഫിനറ്റ്ലി ഗെറ്റ് അജിറ്റേറ്റഡ്. യെസ്. അത് ശരിയല്ല എന്ന് എനിക്ക് ചിന്തിക്കാനും പറ്റും. പക്ഷെ അത് തെറ്റാണെന്ന് ഞാൻ എങ്ങനെ സ്ഥാപിക്കും? കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആ വീട്ടിലുള്ളൊരു നോമായത്. അതിനെ ഇപ്പം വന്ന ഒരാൾ, അതിപ്പോൾ രണ്ടു കേട്ടോ, ഇപ്പോൾ ആൺകുട്ടിയാണെങ്കിലും നിന്റെ വീട്ടിലെന്താ അമ്മ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അച്ഛനല്ലേ? ഇപ്പോൾ ചില വീട്ടിലൊക്കെ പറയാറുണ്ട് അമ്മ അടുക്കളയിലെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അല്ലാതെ ഈ കറണ്ട് കാശ് അടയ്ക്കാൻ പോലും അതൊന്നും അമ്മയുടെ പണിയല്ല, നിന്റെ അമ്മ എന്താ ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഇതൊക്കെ ബേസിക്കലി ഇതാണ് ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുക. നിങ്ങൾ രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്, രണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. വൈ ഡു യു വോണ്ട് ടു ക്വസ്റ്റ്യൻ ഈച്ച് അതർ? വൈ ഡു യു വോണ്ട് ടു ബ്ലെയിം ഈച്ച് അതർ? നിങ്ങൾക്കത് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇനി എൻ്റേതായിട്ട് ഇതിപ്പോൾ ഞാനും കൂടി ഉപയോഗിക്കുന്ന വീടാണ്, എൻ്റേതായിട്ടുള്ള ചേഞ്ചസ് വേണം, ഇതൊക്കെ കേൾക്കുന്നതാണ് കോമൺ ആയിട്ട് കൺസേൺ ആയിട്ട്. ഒരാൾ പറഞ്ഞതാ, എന്താ ഞാൻ കല്യാണം കഴിഞ്ഞു വന്നു, ഇപ്പോൾ ഈ വീട് ഈ റൂം എൻ്റെ അല്ലേ, അപ്പോൾ എൻ്റെ സാധനങ്ങൾ ഞാൻ ഇഷ്ടമുള്ള രീതിയിലേ വെക്കുള്ളൂ. നോക്കൂ, ഞാൻ ആർക്കും എഗെയിൻസ്റ്റ് പറയല്ല. പക്ഷെ ആ വീടെന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഈ പറഞ്ഞ ക്ലയൻറ്റിൻ്റെ വീടെന്ന് പറയുന്നത് ഇങ്ങനെ മറ്റേ വെച്ചാരാധനകളൊക്കെ ഉള്ള ഭയങ്കര ഒരു എന്താ പറയുക, കൺവെൻഷണൽ, ഭയങ്കര ഒരു ബ്രാഹ്മിൺ അങ്ങനത്തെ ഒരു ബേസ്ഡ് ആയിട്ടുള്ളൊരു കുടുംബമാണ്. അവർക്ക് അങ്ങനെ പൂജയുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുള്ള വീടാണ്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഈ കുട്ടീനെ കല്യാണം കഴിച്ചത്. ബട്ട് ദെൻ ദേ ഡോണ്ട് വാണ്ട് ഹർ ടു ഗെറ്റ് ഇൻവോൾവ് ഇൻ എനി ഓഫ് ദിസ് റിച്വൽസ്. പക്ഷെ അവർക്ക് ചില കാര്യങ്ങൾ പറ്റില്ല എന്നുണ്ട് ആ വീട്ടിൽ. പക്ഷെ ഇയാൾക്ക് ഈ പറഞ്ഞ അത് പേട്രിയാർക്കി ആണ് എന്നും പറഞ്ഞിട്ട് ആ നോംസ് എല്ലാം പൊട്ടിക്കണം. നോംസ് പൊട്ടിക്കുന്നതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിൻ്റെ കോൺസിക്വൻസസോ? ഇപ്പം നമ്മളൊരു കാര്യം പറയുമ്പോൾ തന്നെ അവരത് മനസ്സിലാക്കി തിരുത്തും. നോ, ദാറ്റ്സ് നോട്ട് പോസിബിൾ. നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാം, നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫൈറ്റ് ചെയ്യാം. ആ കോൺസിക്വൻസസിനെയും കൂടി ഫേസ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്തു. അല്ലാണ്ട് വെറുതെ അവിടെ പോയിട്ടൊരു പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വേറൊരു ഇൻ്റർമീഡിയറ്റ് സൊല്യൂഷനിലേക്ക് വരാം, ഒരുമിച്ച് നിൽക്കാം, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെയൊക്കെ മാറാം. ഇങ്ങനെ അവർ കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇപ്പം എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് ചായ കൊടുക്കുന്നത് അമ്മയാണ്. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അത് ഫസ്റ്റ് ഡേ ആണ്, ഞാനാണ് വൈഫ്, ഞാൻ കൊടുക്കാം. ചിലപ്പോൾ അത് ഫസ്റ്റ് ഡേ അതങ്ങനെ സംഭവിക്കും. സെക്കൻഡ് ഡേ തേർഡ് ഡേ ചിലപ്പോൾ അമ്മയ്ക്ക് അത് സങ്കടമാവും, ചിലപ്പോൾ അമ്മ അത് ടേക്കപ്പ് ചെയ്യും. അപ്പം എന്നെക്കാളും നിങ്ങൾക്ക് ഇഷ്ടം അമ്മയാണ്. ആ ഡയമെൻഷനിലേക്കാണ്, ആ ഒരു റൂട്ടിലേക്ക് ഇതൊക്കെ പോണേ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ വീട്ടിൽ ചെന്നിരിക്കുവാണെങ്കിലും ഇപ്പം നമ്മൾ പെൺകുട്ടികളാകുമ്പോഴത്തേനും നമ്മുടെ അമ്മമാർ ഒബ്വിയസ്ലി കുറച്ച് കൂടുതൽ കൺസിഡർ ചെയ്യുന്നത് മറ്റേ സൺ ഇൻ ലോസിനെ ആയിരിക്കും, ഇല്ലേ? പക്ഷെ അതുപോലെ ഡോട്ടർ ഇൻ ലോനെ കൺസേൺ ചെയ്യുന്നില്ല. അത് സങ്കടമാണ് ഡെഫിനറ്റ്ലി. ബട്ട് നമുക്ക് അതിൻ്റെയൊക്കെ പേരിൽ വിസ്ഫോടനങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ആ ഒരു സ്പേസ് ഇട്ട് കൊടുക്കണം, അത്രേ ഉള്ളൂ. ഈ കാര്യങ്ങളൊന്നും തന്നെ ആരും ചിന്തിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ അങ്ങനെ വന്ന ഒരാളാണ്, എനിക്കിങ്ങനെ പറ്റുള്ളൂ. ഇപ്പം ഇവിടെ ചോദിക്കുന്ന കാര്യം, നമ്മൾ പെൺകുട്ടികളെ വീട്ടിലേക്ക് ആൺകുട്ടികളൊന്ന് സ്റ്റേ ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കുറേ അഡീഷണൽ പ്രിക്വേഷൻസ് എടുക്കുന്നുണ്ട്, ഇല്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ കല്യാണം കഴിച്ച് പണ്ടത്തെ കാലത്ത് ആലോചിച്ച് നോക്കേ, ഇപ്പം നമ്മുടെയൊക്കെ ഹസ്ബൻഡ് നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അവർക്കൊരു ഡ്രസ്സ് മേടിക്കും, അവർക്ക് കുറച്ചും കൂടി എളുപ്പമാവാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് നമ്മളും കൂടി ഇൻവോൾവ് ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. സത്യത്തിൽ ഇതൊക്കെ ചെയ്യേണ്ടത് ഈ മെയിൽ പാർട്ട്നേഴ്സാണ്, അല്ലാതെ ഇതൊക്കെ അവരുടെ അമ്മ ചെയ്തോളൂ അല്ലെങ്കിൽ അവരുടെ അച്ഛൻ ചെയ്തോളും എന്ന് പറയലല്ല. ഈ കുട്ടി എൻ്റെ വൈഫായിട്ട് ഈ വീട്ടിലേക്ക് വന്നയാളാണ്, അപ്പോൾ ഇയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലാതെ അതിപ്പോൾ അമ്മ നോക്കി ചെയ്തോളൂ. എന്ത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ നീ അമ്മയുടെ അടുത്ത് പറയേ, അമ്മ അത് ചെയ്തു തരും. ഇത് ഇത്രയും പോലും റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റാത്ത നിങ്ങളെ കല്യാണം കഴിക്കണ്ട. ഫാമിലി അല്ല, നിങ്ങളാണ് കല്യാണം കഴിക്കുന്നത്. എൻ്റെ അടുത്തൊരു കുട്ടി പറഞ്ഞ അതായത് 3 ബോയ്സ് മാത്രമുള്ള വീടാണ്, അമ്മ വളരെ ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ഈ കുട്ടി കല്യാണം കഴിഞ്ഞ സമയത്ത് പീരിയഡ്സ് ആയിരുന്നു അതിന്. അപ്പോൾ ഈ പാഡ് അവിടെ ഡിസ്പോസ് ചെയ്യും. ആ വീട്ടിൽ അങ്ങനത്തെ ഒരു കാര്യം ഇല്ലല്ലോ, കാലമായിട്ട് മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ കുട്ടി പോയിട്ട് ഹസ്ബൻഡോട് ചോദിക്കണം, അല്ല ഇങ്ങനെ ഒരു കാര്യം ഉണ്ട്, എന്ത് ചെയ്യും? ഞാൻ അമ്മ എടുത്ത് ചോദിക്കട്ടെ, ഓക്കെ? എന്നിട്ട് അപ്പോൾ അതവിടെ എടുത്തു വെച്ചപ്പോൾ എൻ്റെ അടുത്ത് പറയാം, മാം ഞാൻ ആ പാഡ് ഇപ്പം പീരിയഡ്സ് ആണല്ലോ, അത് 3 ദിവസം എൻ്റെ കയ്യിൽ തന്നെ വെച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടാണ് അത് കളഞ്ഞത്. അപ്പം ഞാൻ ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സത്യത്തിൽ മദറിനോട് കംപ്ലൈൻ്റ് ആണോ? ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആള് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ അവൾക്ക് ഈ പീരിയഡ്സ് ഉണ്ടാവുന്ന ആൾക്ക് അറിയാലോ. ബാക്കി കാര്യങ്ങളും കൂടി അവർ ഡിസ്കസ് ചെയ്യണ്ടേ? അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണ്ടേ? അല്ലാതെ നീ അത് കയ്യിൽ വെക്ക്, നമുക്കത് ചെയ്യാം, ഇപ്പം ഇവിടെ ഈ വീട്ടിലൊന്നും പറ്റില്ല എന്ന് പറയുന്നത്, അവിടെയാണ് പ്രശ്നം വരിക.
എന്നാൽ അയാൾക്ക് എന്തെങ്കിലും ചെയ്യാം. ഇപ്പം പെട്ടെന്ന് വന്നൊരു സുപ്രഭാതത്തിൽ ഇത്രയും ഏട്ടന്മാരും അമ്മയുള്ളിടത്ത് ഈ കുട്ടിക്ക് ഓടിപ്പോയിട്ട് അമ്മ എനിക്ക് പീരിയഡ്സ് ആണ്, എൻ്റെ പാഡ് ഡിസ്പോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു ഫ്രീഡം എടുക്കുന്നതൊക്കെ എല്ലാവർക്കും പോസിബിൾ ആയിരിക്കുമോ? അല്ല, ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിക്കാന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ഇത്. പുള്ളി പിന്നെ പറയണത് അമ്മയുടെ അമ്മയുടെ അടുത്ത് ചോദിക്കേ. പ്രോബബ്ലി അമ്മയുടെ അടുത്ത് എങ്ങനെയാണ് റിലേഷൻ എന്നുള്ളതിനനുസരിച്ചിരിക്കും. അപ്പം ഇതൊക്കെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും ഒരു എന്താ പറയുക, നമ്മൾ എങ്ങനെയാണ് ഒരു കപ്പിളായിട്ട് മുൻപോട്ട് പോവുക എന്ന് നമ്മൾ പഠിപ്പിക്കുന്നതാണ് ബേസിക്കലി പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ ലവ് ലാംഗ്വേജ് പഠിപ്പിക്കുക. പിന്നെ ഇതുപോലെ കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക റിഫ്ലക്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സിറ്റുവേഷനാണ്. 20 years കല്യാണം കഴിഞ്ഞിട്ട് അവരിങ്ങനെ ആ മാം വന്നിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്കൊരു ഗിഫ്റ്റ് മേടിച്ചു തന്നിട്ടില്ല മാം. ഇത് ഞാൻ വഴക്കുണ്ടാക്കി തുടങ്ങി കഴിഞ്ഞപ്പോൾ 2 കൊല്ലമായിട്ട് എനിക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് മേടിച്ചു തരും. ഒന്നില്ലെങ്കിൽ ഒരു സാരി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് ഓർണമെൻ്റ് ആയിരിക്കും. ഞാൻ കഴിഞ്ഞ് 20 കൊല്ലമായിട്ടും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. പുള്ളി ആക്ച്വലി ഒരു ആം ഫോഴ്സസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ പുള്ളി ഇങ്ങനെ ഇരുന്ന് എന്തെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഹി വാസ് പോസ്റ്റഡ് മെനി പ്ലേസസ്. അപ്പോൾ ഇവർ ഒരുമിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ പുള്ളി ഇങ്ങനെ ഇരുന്ന് ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് ചോദിച്ചു ആ വൈഫിൻ്റെ അടുത്ത്. ബോലു എന്താ ചെയ്തതെന്ന് പറയേ എന്ന് പറഞ്ഞു. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, മാം ഞങ്ങൾക്ക് അങ്ങനെ ലീവ് കിട്ടലും ഫീൽഡിൽ നിന്ന് മാറി നിൽക്കലൊന്നും പോസിബിൾ അല്ല. പക്ഷെ August 17 ഡേറ്റിൽ ഞാൻ ഒരിക്കലും ജോലിക്ക് പോയിട്ടില്ല. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നതും ഉറങ്ങുന്നതും വരെ ഇവളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഞങ്ങൾ ഒരുമിച്ചായ ദിവസമാണ് August 17. അന്നത്തെ ദിവസം എനിക്ക് ഇവളുടെ കൂടെ ആയാൽ മതി. എന്തൊക്കെ വലിയ ഓപ്പറേഷൻസ് വന്നാലും ആ ദിവസം ഞാൻ പോയിട്ടില്ല. ഇവളുടെ ചോദിച്ചു നോക്കൂ. അപ്പോൾ അവരിങ്ങനെ കുറേ ബാക്കിലേക്ക് എണ്ണീട്ട് അല്ലല്ലോ അങ്ങനെയാണല്ലോ എന്നിട്ട് പിന്നെ ഇങ്ങനെ കണക്കെടുത്ത് അപ്പോൾ ശരിയാണ് August 17 എപ്പോഴും നിങ്ങളോട് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ആ കൊടുത്ത പ്രസൻസ് ആണ് പ്രസന്റ്. അവരെ സംബന്ധിച്ചിടത്തോളം കണ്ടിട്ടേ ഇല്ല. ബട്ട് ദെൻ ഇതിനകത്ത് ആരുടെയെങ്കിലും കുറ്റമുണ്ടോ? ഹി കുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് സെറ്റ്. രണ്ടുപേർക്കും വേണ്ടത് വ്യത്യാസമാണ് എന്നുള്ളത്. അപ്പം ഇതുമാകാം. ഇതൊക്കെ നമ്മൾ പറയും. നമ്മളൊരാളെ ഇപ്പം എനിക്ക് എൻ്റെ രീതിയിൽ മാത്രമേ സ്നേഹിക്കാൻ പറ്റുക. അപ്പം ഞാൻ ഫറേനെ സ്നേഹിക്കുന്നത് എങ്ങനെയായിരിക്കും, എനിക്ക് എൻ്റെ രീതിയിൽ ഫർക്ക് ഇതൊക്കെ ആയിരിക്കും വേണ്ട എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് സ്നേഹിക്കലാണ്. ഫറയാണ് എനിക്ക് പറഞ്ഞിട്ടുണ്ട്, എടോ എന്നെ താൻ സ്നേഹിക്കുന്നുണ്ടെങ്കിലേ താൻ ആക്ച്വലി എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യണം കേട്ടോ, കുറച്ചും കൂടി അപ്പം എനിക്ക് മനസ്സിലാവും തന്നെ സ്നേഹം. നമ്മൾ അതൊരു കൊടുക്കൽ വാങ്ങലാ. അങ്ങനെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും പഠിപ്പിക്കുന്ന ഒരു സ്പേസ് ആണ് ഈ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇത് ബൗണ്ടറീസ് എന്താണ്, കൺസെന്റ് എന്താണ്, പേഴ്സണൽ സ്പേസ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഫറ ഈസ് എ ഡാൻസർ, ഞാൻ തൻ്റെ ഹസ്ബൻഡാണ്. തൻ്റെ കുഞ്ഞിലേ മുതലുള്ള ഈ പറഞ്ഞ ഗുരുക്കന്മാർ, ദക്ഷിണ വെച്ച ആൾക്കാർ, ചിലങ്ക കെട്ടിയ കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ലേ? ഐ ലവ് മൈ വൈഫ് ഡാൻസിങ്. പക്ഷേ എനിക്ക് ഡാൻസിനെ കുറിച്ച് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ അങ്ങനെ ഫോളോ ചെയ്യാറുമില്ല. ഡസ് ഇറ്റ് എ നോം ദാറ്റ് ഞാൻ തൻ്റെ എല്ലാ ഫങ്ഷൻസിനും അല്ല എല്ലാ ഒരു പെർഫോമൻസിനും തന്നെ ഡ്രോപ്പ് ചെയ്യണമെന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ അത് വെച്ചൊരു പ്രോബ്ലമാണ്. എൻ്റെ ഇഷ്ടങ്ങളൊന്നും നിങ്ങൾ അതേ ഇൻറ്റൻസിറ്റിയോട് കൂടി എടുക്കുന്നില്ല. എൻ്റെ കൂട്ടുകാരെ കാണാൻ ഇപ്പം ചിലപ്പോൾ എല്ലാ ഇതിനും ഭാര്യമാരുടെ കൂട്ടുകാരെ കാണാൻ ഭർത്താക്കന്മാർ നിർബന്ധമായിട്ടും വരണം. ഭർത്താക്കന്മാരുടെ ഫ്രണ്ട്സ് സർക്കിളിൽ ഭാര്യമാർ പോവില്ല. നിങ്ങളവിടെ ഇവിടെ എന്താ ചെയ്യണം, കുറേ കള്ളു പിടിക്കും, കുറേ ചീട്ട് കളിക്കും, എന്തെങ്കിലുമൊക്കെ പറയും, ലോകകാര്യങ്ങൾ സംസാരിക്കും. എനിക്ക് താല്പര്യമില്ല. ഇതൊരു പേഴ്സണൽ സ്പേസാണ്. നമ്മൾ ഒരുമിച്ചാവുന്നു എന്നതിൻ്റെ അർത്ഥം നമ്മൾക്ക് 2 വ്യക്തികളെന്ന രീതിയിലുള്ള സ്പേസ് വ്യത്യാസം വരുന്നില്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒന്നിലൊരാൾക്ക് എൻട്രി ഇല്ല എന്നല്ല. അവർ വരുന്നില്ലെങ്കിലും ദാറ്റ് ഇസ് അതിനെ ടോക്സിക്കായി ഡിഫൈൻ ചെയ്യേണ്ട കാര്യമുണ്ടോയെന്ന് നിങ്ങൾ ആക്ച്വലി ചിന്തിക്കണം. നിങ്ങൾ ഡാൻസ് കളിക്കാൻ വിടുന്നുണ്ട്, അടുത്ത് നിങ്ങൾ കമൻസ് ഒന്നും പറയുന്നില്ല, യു ആർ വെരി ഫ്രീ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചു കൊടുത്താൽ ഹീസ് എക്നോളജിങ് ഇറ്റ്. പക്ഷെ നമ്മൾ വിളിച്ചാൽ വരികയും ചെയ്യും. പിന്നെ പക്ഷെ മാം ഞാൻ ഉപാസിക്കുന്ന പോലെ പുള്ളി ഉപാസിക്കുന്നില്ല, അതിൻ്റെ ആവശ്യമുണ്ടോ ശരിക്കും? അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ കാണുമ്പോൾ ചില ആൾക്കാർ വീടൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട് ഇങ്ങനത്തെ ഒരു ക്ലോസ് നെറ്റ് വീടല്ല, സിബ്ലിങ്സ് തമ്മിൽ ഇങ്ങനെ ഒരു കെമിസ്ട്രി ഇല്ല, നിങ്ങളുടെ വീട് കണ്ടപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായി എന്നും പറഞ്ഞുകൊണ്ട് കയറി കഴിയുമ്പോൾ എന്തൊട്ടെന്നറിയോ, ഈ കസിൻസ് ഒക്കെ നമ്മുടെ വീട്ടിലായിരിക്കും. അപ്പം എന്നിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞതാ, ഒരാൾ വന്നിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞാൽ എപ്പോൾ നോക്കിയാലും കസിൻസ് എല്ലാം വീട്ടിലാണ്, ഒന്ന് വർത്താനം പറയാൻ പോലുള്ള സ്പേസ് ഇല്ല. എന്നിട്ട് അപ്പോൾ ഞാനിതെല്ലാം കേട്ട് പറഞ്ഞു വന്നപ്പം ഷീ മാരീഡ് ഹിം ഫോർ ദിസ് റീസൺ ഒൺലി. അതായത് ഇത്രയും കൂട്ടാണ്, ഇത്രയും ആൾക്കാരുള്ള പുള്ളിക്കാരത്തിയുടെ വീട്ടിൽ ആകെപ്പാടെ ഒറ്റ കുട്ടിയാണ്, അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കണ്ടിട്ടാണ് ഇഷ്ടം തോന്നിയത്. പക്ഷെ അത് പ്രാക്ടിക്കൽ സെൻസിൽ വന്നപ്പം അയാൾക്ക് എടുക്കാൻ പോലും പറ്റുന്നില്ല. മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാം ഇതിനെ ബാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ഇത്ര നേരം അവരോട് മിണ്ടിയിട്ട് ഇപ്പം എൻ്റെ അടുത്ത് വന്ന് ഇനിയിപ്പോൾ എന്നോട് മിണ്ടണ്ട, അവരോട് തന്നെ പോയി മിണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമുക്ക്
നമുക്ക് ക്ലാരിറ്റി